പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് രാവിലെ മുതൽ തന്നെ അതിൻ്റെ ആവേശം ഒട്ടും ചോർന്നു പോവാതെ വോട്ടർമാർ രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും 184 ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്താനായി വോട്ടർമാർ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാൻ കഴിയുന്നത്. ഗോകുൽ ചേരുന്നു. ഗോകുൽ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തുന്നു. സാധാരണക്കാർ, മറ്റു ജോലിയിൽ ഏർപ്പെടേണ്ടവർ, യുവാക്കൾ, പ്രായമായവർ ഒക്കെ രാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തി. പി സരിൻ അദ്ദേഹം രാവിലെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ 88 നമ്പർ ബൂത്തിൽ അവിടെ വോട്ടിംഗ് മെഷീനിൽ ചെറിയ തകരാറ് കാരണം വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം മറ്റ് ബൂത്തുകളിലേക്ക് പോയി ഉച്ചയോടുകൂടി വന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട സ്വദേശിയായ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ വോട്ടില്ല. അപ്പോൾ വോട്ടർമാർ പൊതുവെ പോസിറ്റീവായി ചിന്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണുന്നത്. ഗോകുൽ, 6 മണിയോടുകൂടി തന്നെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ഓരോരുത്തരായി എത്തി തുടങ്ങുകയും വോട്ട് ചെയ്ത് മടങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് 154 ബൂത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 180 ബൂത്തുകളും 4 ഓക്സിലറി ബൂത്തുകളുമാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വിനോദ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഉപതെരഞ്ഞെടുപ്പാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ഡലത്തിൽ ഒരു MLA കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തി വെച്ചതാണ് തിരഞ്ഞെടുപ്പ് എന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ടെങ്കിലും അവർ വോട്ടിംഗ് സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അവരുടെ അവകാശം വിനിയോഗിക്കാതിരിക്കുന്നില്ല. അവർ വന്ന് തങ്ങളെ ആരാണ് നിയന്ത്രിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ തങ്ങളുടെ MLA ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ ഭാഗമാവുകയാണ്. ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊന്നും വകവെക്കാതെ തന്നെ വോട്ടിംഗ് നിരയിൽ ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രായമായ ആളുകൾ ഉൾപ്പെടെ വരിയിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെയൊക്കെ നമ്മൾ പ്രതികരണം എടുത്ത സമയത്ത് അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ വോട്ടിംഗ് അവകാശം ലഭിച്ച നാൾ മുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് പാഴാക്കാതെ വോട്ട് ചെയ്യാൻ ശ്രദ്ധ ഊന്നുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്, ആ രീതിയിലാണ്. എത്ര തവണ വോട്ട് ചെയ്തു എന്ന് ചോദിച്ച സമയത്തൊക്കെ അറിയില്ല, പണ്ട് മുതലേ വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട് എന്നായിരുന്നു ആളുകളുടെ പ്രതികരണങ്ങൾ. സരിൻ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന്റെ ബൂത്ത് തന്നെയാണ് ഇത്. സരിൻ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു സാങ്കേതിക തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ 2 ബൂത്തുകളാണ് ഉള്ളത്. ഒരു ബൂത്തിൽ ആരുമില്ല. വരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്ത് നേരെ ബൂത്തിലേക്ക് കയറി വോട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 89 ബൂത്തിലാണ് അത്തരത്തിൽ വോട്ടർമാർ ആരുമില്ലാത്തൊരു സാഹചര്യമുള്ളത്. 59 ബൂത്തിലേക്ക് വരുന്ന ആളുകൾക്ക് നേരെ കയറാം, വോട്ട് ചെയ്യാം, തിരിച്ചു പോകാമെന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇപ്പോൾ നിലവിൽ വോട്ടർമാർ ആരും ക്യൂവിൽ നിൽക്കുന്ന ഒരവസ്ഥയില്ല. 2 ബൂത്തുകൾ, ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ 88, 89 ബൂത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ 88, 89 ബൂത്തുകളാണ് ഈ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 89 ബൂത്തിലാണ് ആളുകൾ ഇല്ലാത്തത്. 88 ബൂത്തിൽ നീണ്ട നിരയുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആളുകളുടെ ഒരു 10-30 ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ബാക്കിയായി നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 88 ബൂത്തിൽ ഒരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹരിക്കപ്പെട്ടതിന് ശേഷം വോട്ടിംഗ് സുഗമമായി നടക്കുന്നു. ആളുകളൊക്കെ വോട്ട് ചെയ്ത് പോകുന്നു. നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് സാങ്കേതിക തടസ്സം നേരിട്ട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. വെയിലൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് പോകാമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് പ്രായമായ ആളുകളൊക്കെ വരുന്നത്. പിന്നെ പല ആളുകൾക്കും ജോലിക്ക് പോകാനായിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാതാപിതാക്കളുടെ കൂടെ ഇവിടെ വരുന്ന, അതായത് വോട്ടിംഗ് എങ്ങനെയാണ് എന്ന് നിരീക്ഷിക്കാനൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് വളരെ നന്നായി തന്നെ മുന്നേറുന്നു. സുഗമമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോളിംഗ് 6% കഴിഞ്ഞു. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ച് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ 6% കഴിഞ്ഞ് 7% വോട്ടിംഗ് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 75.44% പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഷാഫി പറമ്പിൽ 3859 വോട്ടിന് ജയിച്ച തെരഞ്ഞെടുപ്പിൽ 75.44% ഇവിടുത്തെ പോളിംഗ്. ഇത്തവണ പോളിംഗ് കൂടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മുന്നണികളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. വോട്ടിംഗ് കൂടിക്കഴിഞ്ഞാൽ, പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് ആർക്ക് ഗുണകരമാകുമെന്ന ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ആ സമയത്ത് മുന്നണികളുടെ പ്രതീക്ഷകൾ തെറ്റിക്കാത്ത രീതിയിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര, അല്ലെങ്കിൽ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് ആരും വിട്ടു നിൽക്കുന്നില്ല എന്നാണ് ഈ മണ്ഡലത്തിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ, എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പാണ്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക്, അതായത് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ ഉപേക്ഷിച്ച് വടകരയിലേക്ക് പോയതിനാൽ സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. എങ്കിൽ കൂടിയും വോട്ടർമാർ ആരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. ഒരു പക്ഷേ ഇതൊരു ചുവടുമാറ്റത്തിന്റെ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചുവടുമാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പാകുമെന്നൊരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും
ആളുകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും ആ രീതിയിലുള്ള ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. വോട്ട് പോളിംഗ് ശതമാനം കൂടിയാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു അഭിപ്രായമായിരുന്നു മുന്നണികൾ ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. 6000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷം മറ്റു മുന്നണി UDF-നേക്കാൾ 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. BJPയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഭാഗം വരുന്ന ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മറ്റു 3 പഞ്ചായത്തുകളിൽ 2 എണ്ണം UDF-ഉം 1 എണ്ണം LDF-ഉമാണ് ഭരിക്കുന്നത്. അവിടെയും ഏറെക്കുറെ 3 മുന്നണികളും തത്തുല്യ ശക്തികളായി തന്നെ തുടരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് വളരെ ന്യൂനപക്ഷമാണ് LDF എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണയൊക്കെ 16,000-ഓളം വോട്ടുകൾ മാത്രമായിരുന്നു LDF-ന് ലഭിച്ചത്. 34,000-ലധികം വോട്ടുകൾ NDAക്ക് ലഭിച്ചിരുന്നു. 28,000-ഓളം വോട്ടുകളാണ് 28,000-ലധികം വോട്ടുകളാണ് UDF-ന് ലഭിച്ചത്. അതേസമയം കേവലം 16,000-ഓളം NDAക്ക് കിട്ടിയതിന്റെ പകുതിയിൽ താഴെ വോട്ട് മാത്രമായിരുന്നു LDF-ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ വളരെ അപ്രമാദിത്വം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് BJPക്കുണ്ട്. മറ്റു 3 പഞ്ചായത്തുകളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തെ കൗൺസിലർമാരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പ്രവർത്തനം നടത്തിയത്. സംസ്ഥാന നേതാക്കളൊക്കെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ മുന്നണികളും ശക്തമായ പ്രചരണങ്ങളാണ്, കിട്ടിയ അവസരങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കൽപ്പാത്തി രഥോത്സവം ഉണ്ടായതിനാൽ 13-ാം തീയതി നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് 7 ദിവസം കൂടെ നീട്ടി 20-ാം തീയതിയിലേക്ക് എത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വയനാടിനെയും ചേലക്കരയിലെയും പോലെ 13-ാം തീയതി പാലക്കാടിന്റെയും വിധി രേഖപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ കൽപ്പാത്തി രഥോത്സവം പാലക്കാടുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വലിയൊരു ഉത്സവമാണ്. പാലക്കാടെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികത കൂടിയാണ്. അതിനാൽ BJP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 13-ാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനാലാണ് ഇന്നിപ്പോൾ ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾ പാലക്കാടിന്റെ വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. നാളെ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം 23-ാം തീയതി പാലക്കാടിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയും. എല്ലാ സ്ഥലങ്ങളിലെയും പോലെ നാളെ വോട്ടെണ്ണുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ചേട്ടാ പേരെന്താ? വീട് ഇവിടെ അടുത്താണോ? എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. വോട്ട് ചെയ്തിട്ട് ഇനി വീട്ടിലേക്കാണോ? അല്ല പണിയുണ്ടോ? അതിനിപ്പുറത്ത് നിൽക്കും, ബൂത്തിന്റെ അടുത്ത് നിൽക്കും. ബൂത്തിലുണ്ട്. അപ്പോ ഏതോ ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഇതിലുള്ള വെച്ച് പറയാൻ പാടില്ല. അതെ പറയാൻ വേണ്ടി പാടില്ല. അപ്പൊ ആദ്യം തൊട്ടേ ഉണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം തൊട്ടേ ഇവിടെ ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. രാവിലെ തിരക്ക് കുറഞ്ഞ സമയത്തൊന്ന് വോട്ട് ചെയ്തിട്ട് ബാക്കി നേരത്തെ മുസ്ലിം കടയിൽ നേരത്തെ വന്നപ്പോ അപ്പൊ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പോയതാണ്. ഇനിയിപ്പോ വോട്ട് ചെയ്ത് ബാക്കിയുള്ള ആളുകൾ ബൂത്തിലേക്ക് എത്തിക്കേണ്ട പണിയായിരിക്കും അല്ലേ? പണിയുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ അധികം ആരും വരുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും വരും. ആരും വോട്ടിംഗ് മാറി നിൽക്കുന്നില്ല അല്ലേ? അത് വളരെ കുറവായിരിക്കും. പോളിംഗ് ശതമാനമൊക്കെ കൂടുമായിരിക്കും, എന്താ തോന്നുന്നത്? കൂടുമെന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ രാവിലത്തെ തിരക്ക് കാണുമ്പോൾ കൂടുമെന്ന് വിചാരിക്കും. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. അതായത് വോട്ടർമാരെ ഇവിടേക്ക് എത്തിക്കേണ്ട ചുമതലയുള്ള ആളുകളുണ്ട്. പല സംഘടനകളുടെയും ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് വോട്ട് ചെയ്തിട്ട് പോയി ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഏകീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആരും കൊണ്ടുവരേണ്ട, ആരും നിർബന്ധിക്കേണ്ട, അവർക്കറിയാം കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ അവർ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഗോകുൽ ഈ സമയത്ത് പങ്കുവച്ചത്.